നേഴ്സസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് അല്ലെങ്കിൽ DKA. ഡയബറ്റിസ് മെൽറ്റസിൻ്റെ ഒരു ലൈഫ് ത്രെട്ടണിംഗ് ആയിട്ടുള്ള കോംപ്ലിക്കേഷനാണ് DKA എന്ന് പറയുന്നത്. സാധാരണ ഈ കണ്ടീഷൻ വരുന്നത് ടൈപ്പ് 1 ഡയബറ്റിക് മെൽറ്റസ് ഉള്ള പേഷ്യൻസിലാണ് കാണുന്നത്. ഇനി എന്താണ് ഈ DKA എന്ന് നമുക്ക് നോക്കാം. അറിയാം, ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുമ്പോഴത്തേക്ക് പേഷ്യൻറ്റിൻ്റെ ബ്ലഡിൽ ഷുഗർ ലെവൽ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. പക്ഷേ ഇൻസുലിൻ്റെ അഭാവം മൂലം ഈ ഷുഗറിനെ സെൽസിലേക്ക് എത്താനായിട്ട് പറ്റത്തില്ല, സെൽസിൽ ആഗിരണം ചെയ്യുന്നില്ല. കാരണം സെൽസിൽ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന സാധനമാണ് ഇൻസുലിൻ. അപ്പോൾ അതിൻ്റെ അഭാവം കൊണ്ട് സെൽസിലേക്ക് പോകുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ ഭയങ്കരമായിട്ട് കൂടി നിൽക്കും, എന്നാൽ സെൽസിന് ഗ്ലൂക്കോസ് കിട്ടുന്നില്ല, അതായത് എനർജി കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന അവസ്ഥയിൽ സെൽസ് ഭയങ്കരമായിട്ട് സ്റ്റാർവ്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എനർജിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ഒരു കോമ്പൻസേഷൻ മെക്കാനിസം പോലെ ഫാറ്റിനെ മെറ്റബോളൈസ് ചെയ്യും. അപ്പോൾ ഫാറ്റിനെ മെറ്റബോളൈസ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് കീറ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കീറ്റോൺ ബോഡീസ് നമ്മുടെ ബ്ലഡിൽ ബിൽഡപ്പ് ചെയ്യുന്നതാണ് കീറ്റോഅസിഡോസിസ്. അതായത് കീറ്റോൺ ബോഡീസ് ബിൽഡപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു അസിഡോട്ടിക് കണ്ടീഷനിലേക്ക് നമ്മുടെ ബോഡി പോകും. അതാണ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് എന്ന് പറയുന്നത്. സയൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് എന്താണ് നമുക്ക് നോക്കാം. സയൻസ് ആൻഡ് സിംറ്റംസിനകത്ത് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ അസറ്റോൺ പ്ലസ് ആണോ നോക്കുന്നത്, എബോവ് 300 മില്ലിഗ്രാം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഉറപ്പായിട്ടും കീറ്റോഅസിഡോസിസ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതായത് യൂറിനിൽ അസറ്റോണിൻ്റെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അപ്പം എന്തായാലും ഗ്ലൂക്കോസ് ലെവൽ ഹയർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഹൈ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് പോളിയൂറിയ ഉണ്ടാകും. പോളിയൂറിയ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മുടെ മൊളാരിറ്റി ഓഫ് ദ ബ്ലഡ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഹൈപ്പോടെൻഷൻ, പോളിയൂറിയ കാരണം ഒരുപാട് ജലാംശം നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഹൈപ്പോടെൻഷൻ ഉണ്ടായിരിക്കും. ടക്കികാർഡിയക്ക് ആയിരിക്കും പേഷ്യൻ്റ്. പിന്നെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഈ കീറ്റോൺ ബോഡീസ് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു അസിഡോസിസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അസിഡോസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി കാർബൺ ഡൈ ഓക്സൈഡിനെ ഭയങ്കരമായിട്ട് എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യും. അതായത് റെസ്പിറേഷൻ കൂട്ടും. റെസ്പിറേഷൻ്റെ ഡെപ്തും കൂട്ടും, എണ്ണവും കൂട്ടും. അപ്പോൾ ഇതിന് ഡീപ്പ് ആൻഡ് റാപ്പിഡ് ആയിട്ടുള്ള റെസ്പിറേഷൻ ആയിരിക്കും പേഷ്യൻ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഡീപ്പ് ആൻഡ് റാപ്പിഡ് റെസ്പിറേഷൻ ഇൻ DKA നമ്മൾ കുസ്മൂൾസ് റെസ്പിറേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ ഈ അസറ്റോണിൻ്റെ സാന്നിധ്യം ബോഡിയിൽ കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ റെസ്പയർ ചെയ്യുന്ന എയറിന് ഒരു ഫ്രൂട്ടി ഓർഡർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. കമ്പൈൻഡ് ഇഫക്റ്റ് ഓഫ് അസിഡോസിസ്, പൊട്ടാസ്യം ഇംബാലൻസ് ആൻഡ് ഡീഹൈഡ്രേഷൻ, ഇത് മൂന്നും കൂടെ വരുമ്പോഴത്തേക്ക് പേഷ്യൻ്റിന് ഒരു ഫ്ലൂ ലൈക്ക് സിംറ്റംസും കൂടെ കാണിക്കും. അതായത് അബ്ഡോമിനൽ പെയിൻ, വൊമിറ്റിങ്, അങ്ങനെയുള്ള ഫ്ലൂ ലൈക്ക് ആയിട്ടുള്ള സിംറ്റംസും കൂടെ കാണിക്കും. പേഷ്യൻ്റ് ഈവൻ നമ്മൾ അൺട്രീറ്റഡ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റ് കോമയിലേക്കും ഈവൻ ഡെത്ത് വരെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കണ്ടീഷനാണ് ഈ ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡയബറ്റിക് കീറ്റോഅസിഡോസിൻ്റെ മാനേജ്മെൻറ്റ് നോക്കാം. ഇതിന് കോമ്പിനേഷൻ ഓഫ് അപ്രോച്ചസ് ആണ് നമ്മൾ ഇതിൻ്റെ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ചില പേഷ്യൻസിന് ഡയബറ്റിക് കീറ്റോഅസിഡോസിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ആദ്യം ആൻറ്റിബയോട്ടിക് വെച്ച് ഇൻഫെക്ഷനെ കൂടെ ട്രീറ്റ് ചെയ്യാറുണ്ട്. പിന്നെന്ന് പറയുന്നത്, ഇപ്പം ഒരു DKA പേഷ്യൻ്റ് വരുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം ഇലക്ട്രോലൈറ്റ് സെൻഡ് ചെയ്യും. കാരണം ഈ ഇലക്ട്രോലൈറ്റിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഇതിൻ്റെ മാനേജ്മെൻറ്റിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. മാനേജ്മെൻറ്റിൽ നമുക്ക് മെയിൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ IV ഫ്ലൂയിഡ്സ്, അടുത്തത് ഇൻസുലിൻ, അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോലൈറ്റ്സ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പം നമുക്ക് വരുന്ന പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ DKA പേഷ്യൻ്റ് എന്ന് പറയുന്നത് പോളിയൂറിയ, വൊമിറ്റിങ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ അവർ ഹൈപ്പർ ഓസ്മോളറായിരിക്കും. അതുപോലെ തന്നെ ഹൈപ്പോടെൻഷൻ ഉണ്ടാകും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ IV ഫ്ലൂയിഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. അതായത് 0.9% നോർമൽ സലൈൻ, അത് നമ്മുടെ ഐസോട്ടോണിക് സലൈനാണ് നമ്മൾ 1 ലിറ്റർ/അവർ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യും. ഇലക്ട്രോലൈറ്റിൻ്റെ വാല്യൂ വരുമ്പോഴത്തേക്ക് നമ്മൾ സോഡിയത്തിൻ്റെ അളവ് നോക്കും. സോഡിയത്തിൻ്റെ അളവ് നോർമലോ അല്ലെങ്കിൽ കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 0.45% സലൈൻ, അത് ഹാഫ് സലൈൻ എന്ന് പറയും, അത് നമ്മൾ 7 to 14 ml/hour/kilogram എന്ന രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അഥവാ സോഡിയത്തിൻ്റെ ലെവൽ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നോർമൽ സലൈൻ, ഐസോട്ടോണിക് സലൈൻ, അതായത് 0.9% സലൈൻ 7 to 14 ml/kilogram/hour എന്നുള്ള റേറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ പേഷ്യൻ്റ് ഒരു ഷോക്കിലേക്കൊക്കെ, കാർഡിയോജനിക് ഷോക്കിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ ഹൈപ്പോവൊളീമിയും ഷോക്കും ഒക്കെ ഹൈപ്പോടെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് ഷോക്കിലേക്കുള്ള പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ നമ്മൾ അവരുടെ ഹീമോഡൈനാമിക് സ്റ്റാറ്റസ് നമ്മളെപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ IV ഫ്ലൂയിഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു.
രണ്ടാമത് പറയുന്നത് ഇൻസുലിൻ. ഇത് നമ്മൾ IV ആയിട്ടും എടുക്കും, സബ്ക്യൂട്ടേനിയസ് അല്ലെങ്കിൽ IM ആയിട്ടും എടുക്കും. IV ആയിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെഗുലർ ഇൻസുലിനാണ് കൊടുക്കുന്നത്. അത് 0.15 യൂണിറ്റ്സ് പെർ കിലോഗ്രാം ആണ് നമ്മൾ ബോളസ് ഡോസ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ 0.1 യൂണിറ്റ്സ് പെർ കിലോഗ്രാം പെർ അവർ എന്നുള്ള രീതിയിൽ IV ഇൻഫ്യൂഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. IV കൊടുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഇനി സബ്ക്യൂ അല്ലെങ്കിൽ IM എങ്ങനെ കൊടുക്കും എന്ന് പറയാം. അതിന് 0.3 യൂണിറ്റ്സ് പെർ കിലോഗ്രാം ആണ് നമ്മൾ എടുക്കുന്ന ഡോസ്. അതിൻ്റെ പകുതി ബോളസ് ആയിട്ടും കൊടുക്കും, പകുതി സബ്ക്യൂ അല്ലെങ്കിൽ IM ആയിട്ടും കൊടുക്കും. പിന്നെ ഇതിൻ്റെ ഫോളോഡ് ബൈ 0.1 യൂണിറ്റ്സ് പെർ കിലോഗ്രാം പെർ അവർ എന്നുള്ള രീതിയിൽ സബ്ക്യൂ അല്ലെങ്കിൽ IM നമ്മൾ കൊടുക്കും. ഇനി ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഗ്ലൂക്കോസ് ലെവൽ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു 50 to 70 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ എങ്കിലും ഡ്രോപ്പ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻസുലിൻ്റെ ഡോസ് ഡബിൾ ചെയ്യും. അങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, DKA പേഷ്യൻറ്റിനെ മാനേജ് ചെയ്യുമ്പോഴത്തേക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ സോഡിയത്തിൻ്റെ അളവനുസരിച്ച് നമ്മൾ IV ഫ്ലൂയിഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് പൊട്ടാസ്യമാണ്. പൊട്ടാസ്യത്തിൻ്റെ നോർമൽ റേഞ്ച് 3.5 to 5.5 ആണ്. നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് പൊട്ടാസ്യത്തിൻ്റെ ലെവൽ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ 40 മില്ലി ഇക്വലൻസ് പെർ അവർ എന്നുള്ള രീതിയിൽ പൊട്ടാസ്യം ഇൻഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇൻസുലിൻ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുകയും ചെയ്യും. കാരണം ഇൻസുലിൻ വീണ്ടും ചെല്ലുമ്പോഴത്തേക്ക് പൊട്ടാസ്യം ലോസ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം ഇൻസുലിൻ ഇൻഫ്യൂഷൻ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് 40 മില്ലി ഇക്വലൻസ് പെർ അവറിൽ പൊട്ടാസ്യം സ്റ്റാർട്ട് ചെയ്യും. നോർമൽ ആയതിനു ശേഷം ഇൻസുലിൻ ഇൻഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെന്ന് പറയുന്നത്, ഇപ്പം പൊട്ടാസ്യത്തിൻ്റെ ലെവൽ കൂടുതലാണെന്ന് വെക്കുക, അപ്പോൾ നമ്മൾ ഇൻസുലിൻ ഇൻഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ അവറിൽ പൊട്ടാസ്യത്തിൻ്റെ ലെവലും കൂടെ നമ്മൾ നോക്കും. ഇനി വിത്തിൻ നോർമൽ റേഞ്ചിൽ 3.5 to 5.5 നമ്മുടെ പൊട്ടാസ്യത്തിൻ്റെ ലെവൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം 20 മില്ലി ഇക്വലൻസ് പെർ അവറിൽ പൊട്ടാസ്യം ഇൻഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. കാരണം നമുക്ക് പൊട്ടാസ്യത്തിൻ്റെ ലെവൽ ബിറ്റ്വീൻ 4 to 5.5 നമ്മൾ നിർത്തേണ്ടത്. അതുകൊണ്ട് നമ്മൾ 20 മില്ലി ഇക്വലൻസ് പെർ അവറിൽ പൊട്ടാസ്യം സ്റ്റാർട്ട് ചെയ്യും. അവറിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ 250 mg/dl ആകുമ്പോഴത്തേക്കും നമ്മുടെ DNS 100 to 200 ml പെർ അവർ എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് പേഷ്യൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ 150 to 200 നിർത്തുക എന്നുള്ളതാണ്. അത് ഒരുപാട് താഴെ പോകാനായിട്ട് നമ്മൾ സമ്മതിക്കും. പെട്ടെന്ന് പേഷ്യൻ്റ് ഹൈപ്പോയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ DNS 250 ആകുമ്പോൾ തന്നെ DNS സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ 150 to 200 റേഞ്ചിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. ഇതൊക്കെയാണ് നമ്മുടെ ഡയബറ്റിക് കീറ്റോസിഡോസിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്കിത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതായത് ഒന്നാമത്തെ നമ്മൾ മെഡിസിൻ കറക്റ്റായിട്ട് മെഡിസിൻ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ടൈമിന് കൃത്യമായിട്ട് എടുക്കേണ്ട മെഡിസിനാണ്. നമ്മൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു അലാറം ഒക്കെ സെറ്റ് ചെയ്തിട്ട് കറക്റ്റ് ടൈമിന് മെഡിസിൻ എടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പിന്നെ കറക്റ്റായിട്ട് ഒരു ഡയബറ്റീസ് പേഷ്യൻറ്റിൻ്റെ കൺട്രോൾ ചെയ്യുന്നതിൽ ഏറ്റവും വലിയൊരു ഘടകമാണ് ഡയറ്റ്. ആ കറക്റ്റ് ഒരു മീൽ പ്ലാൻ വെച്ചിട്ട് അത് ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താവുന്നതാണ്. പിന്നെ ഡയറ്റ്, എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് കറക്റ്റായിട്ട് നമുക്ക് നിർത്താം. അതുപോലെ തന്നെ ഒരു കറക്റ്റ് ഇൻ്റർവെല്ലിൽ നമ്മൾ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഡോക്ടറുടെ അഡ്വൈസ് എടുക്കുക. മരുന്നിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ട കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടിപ്പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പം അങ്ങനെ നമ്മൾ അൺട്രീറ്റഡ് ആയിട്ട് വെക്കുമ്പോഴാണ് ഈ ഡയബറ്റിക് കീറ്റോസിഡോസിസ് പോലുള്ള കാര്യങ്ങൾ വരുന്നത്. സോ കറക്റ്റായിട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻ മെഡിസിനിൽ വരുത്തേണ്ടതുണ്ടെങ്കിൽ വരുത്താവുന്നതാണ്. പിന്നെ നല്ലതായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഡയബറ്റിക് കീറ്റോസിഡോസിസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.